ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ദാ ഈ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്കായത്. എന്നിട്ട് ലേശം ഓയിൽ, ഒരു ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട ഓയിലൊക്കെ കയ്യിലൊന്ന് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കയ്യിൽ ഒട്ടി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കോഴിമുട്ടൊന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് എടുത്തിട്ടുണ്ടെന്ന്. ഈ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി രുചി ഉണ്ടാവും. പക്ഷെ ബ്രെഡ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്നൊരു വിഭവം ഉണ്ടാക്കുകയാണ്, പത്തിരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്രെഡൊന്നും കൊണ്ടുവരാനൊന്നും കടയിൽ പോകാനൊന്നും ആളില്ലെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടിയും മുട്ടയും തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ടെങ്കിലും 2 കോഴിമുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ബ്രെഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കോഴിമുട്ടൻ്റെ അളവ് കുറച്ചത്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ലെങ്കിൽ ഒരു 4 കോഴിമുട്ട മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 2 അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആ ഒരു ബ്രെഡ് ഒന്ന് മിക്സഡ് ജാറിലിട്ടിട്ട്, നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക, അതിലിട്ടിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. പൊടികൾ ഞാൻ ഈ ഇട്ട് കൊടുക്കണതന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൊടികളാണെങ്കിലും അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതാ ഒരു സവാള ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സവാള കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെറുതായിട്ട് കുനുകുനായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഒന്നും വേവിക്കണില്ല കേട്ടോ. ഇതിലുള്ള ഒരു സംഭവം നമ്മൾ വേവിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണത്. അതുകൊണ്ട് തന്നെ നല്ലോണം സവാള ഒന്ന് ചെറുതായിക്കോട്ടെ, എന്നാലും ഇത് അരിഞ്ഞ് പേസ്റ്റ് ആവും വേണ്ട. അപ്പോൾ ഇത് കൊത്തി നുറുക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ സവാള നല്ലോണം പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഇതാ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കണില്ല, മുളക് പൊടിക്ക് പകരം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ഒരു 1/2 പിടി മല്ലിയിലയാണ്. ഈ മല്ലിയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിന് നമുക്ക് ഈ ഒരു നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരിക. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ്. ഇപ്പോൾ ഈ ഒരു നോമ്പായതുകൊണ്ട് തന്നെ പല പലഹാരങ്ങളും ഉണ്ടാക്കുന്ന വീടുകളായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു തക്കാളി സോസൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണേ, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോളി, ഒരു കുഴപ്പമില്ല. ഇതിന് പകരം വേണമെങ്കിൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് ലേശം മയോനൈസ് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ മയോനൈസും ഉണ്ടെങ്കിൽ അത് 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ, മയോനൈസും ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുക്കുക. കാരണം ഇതിന് വേറൊരു വെറൈറ്റി രുചിയാണ് ഈ ഒരു ഫില്ലിങ്ങിന്, ബ്രെഡും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ബ്രെഡും കോഴിമുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവിക്കാനൊന്നും നിൽക്കണ്ട. നമുക്കിപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു പലഹാരം വേണ്ടി വരും കുട്ടികൾക്ക്. വലിയവർക്കാലും ഇനിയിപ്പോൾ വെറും ആ ഒരു ചായയും കടിയും കുടിക്കാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ഇനി എത്ര ജ്യൂസ് ഉണ്ടായാലും. അപ്പോൾ ഈ ഒരു കാലി വയറ്റിലേക്ക് നമുക്ക് എണ്ണയിലൊക്കെ മുക്കി പൊരിച്ചതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, അതിൽ എണ്ണ കുടിക്കും, അതൊന്നും ഇപ്പോൾ ഇതിനില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കന് ബീഫ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്തിയും കൂടെയാണ്. പിന്നെ ഒരു ചൂട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് എണ്ണ മെഴുക്കൊന്നും വയറ്റിലേക്ക് ആക്കുന്നത് ഒട്ടും ഗുണമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബോൾസ് കൊണ്ട് ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചപ്പാത്തി ആവും വേണ്ട, എന്നാലും ഒരു മീഡിയം സൈസുള്ള ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു പലഹാരം ആർക്കും ഉണ്ടാക്കാം.
പിന്നെ ഇതിന് ഫ്ലോപ്പായി പോയി, പൊട്ടിപ്പോയി, ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ നടുവിൽ ഒരു 1-1.5-2 ടേബിൾ സ്പൂണോളം വെച്ചെടുത്തിക്കണേ. എത്രത്തോളം കനത്തിൽ വെക്കണം അത്രത്തോളം വെച്ചെടുത്തോളി. എന്നിട്ട് നമ്മൾ ഇതാ പൂവടക്കൊക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കി, എത്ര സിമ്പിളല്ലേ, മടക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു ബോർഡറൊക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്കൊരു ഭംഗി, ഒന്നും കൂടി ചുരുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബോർഡറാണ്. അപ്പോൾ ഇതാ ഒന്ന് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വലുപ്പം ചെറുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു 1.5 കപ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചൊന്ന് വലുപ്പമൊക്കെ കുറക്കുക. അതെല്ലാം നമുക്ക് വീട്ടിൽ ആളുകളൊക്കെ കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വലുപ്പത്തിലൊക്കെ ഞാൻ ചെയ്യണ പോലൊക്കെ ചെയ്യട്ടോ. പക്ഷേ ഇതെന്താ അറിയോ, ഒറ്റൊന്നും മതിയാവും ഒരാൾക്ക്. പിന്നെ പത്തിരിൻ്റെയും കറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഹെൽത്തി ആണല്ലോ, ഏത് കാല് വയറ്റിലേക്കും നമുക്ക് കഴിക്കണേന് യാതൊരു പേടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇത്രയും അളവിൽ, ഞാനിപ്പോൾ എടുത്ത അളവൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഈ ഒരു അളവിൽ നമുക്കിതാ ഇത്ര എണ്ണ ഇട്ട് കിട്ടുക. കറക്റ്റായിരിക്കും ഫില്ലിംഗ് ഒക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്യട്ടോ. മൈദയിൽ വെച്ചാലും ചെയ്താലും രസമൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സ് പിടിക്കൂല. അതുപോലെ തന്നെ വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് വയറ്റിനൊക്കെ കേട് തന്നെയാണ് കേട്ടോ. നമുക്ക് വായിന് രുചി മാത്രം നോക്കിയാൽ പോരാ. വയറ്റിന് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കുള്ള നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പലഹാരങ്ങളൊക്കെ കഴിയണതും കുറക്കുക. ഇനിയിപ്പോൾ വേണം അത് ഒഴിവാക്കി കൂടാ എന്നുള്ള ആളുകളൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ഒക്കെ കുറച്ചിട്ട്, അതുപോലെ തന്നെ മൈദ അതുപോലുള്ള സംഭവങ്ങളൊക്കെ മയോണൈസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ മയോണൈസും ഒക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാകുമ്പോൾ അത്ര അങ്ങോട്ട് പേടിക്കാനില്ല. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും മയോണൈസ് നമ്മൾ 2-3 ദിവസം വെച്ചിട്ടൊന്നും ഒരിക്കലും കഴിക്കരുത് കേട്ടോ. അതൊക്കെ ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരിത്തിരി നമ്മൾ ദോശക്കൊക്കെ പുരട്ടണ പോലെ ലേശമൊന്ന് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്നും ഒരേ തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, അധികം ആളുകളും എന്താ ചെയ്യുക, നല്ലോണം ബ്രെഡിൻ്റെ പലഹാരങ്ങളൊക്കെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചാലൊക്കെ അധികം എണ്ണ കുടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ബ്രെഡ് നല്ലോണം ഒന്ന് മുക്കി പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ തന്നെ ഒന്ന് പിഞ്ഞ് നോക്കേണ്ടി നല്ലോണം തന്നെ എണ്ണ ഓയിലിങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കാല് വയറ്റിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളത് ഉണ്ടാക്കി കൊടുത്താൽ, പക്ഷെ ബ്രെഡ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പോളകളൊക്കെ ഉണ്ടാക്കിയാൽ എണ്ണൻ്റെ ആവശ്യമില്ലാതെ വരുന്നില്ല. അതിലും മയോണൈസ് അത്തരം സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചെയ്യുക. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതുണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹോം മെയ്ഡായിട്ട് മയോണൈസായാലും ടൊമാറ്റോ കെച്ചപ്പായാലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഏതായാലും ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ ഒരല്പ സമയം ബാക്കിയുള്ളൂന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലല്ലോ ഇപ്പം ഇന്ന് കരുതി വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കട്ടോ. ബ്രെഡ് ക്രംസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫില്ലിംഗ് ഒക്കെ വേവിച്ചിട്ടും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സവാള വഴറ്റുക, അതിലേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ പൊടികളൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം കോഴിമുട്ട ഒരു 3-4 ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതിയാവും. പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പുഴുങ്ങാൻ സമയമൊന്നുമില്ലെങ്കിൽ എങ്ങനെയായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിടുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, എണ്ണ കുടിക്കുക, എണ്ണയിലിട്ട് പൊരിക്കുക, അതൊന്നും ഇല്ലേനും. പിന്നെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു, എന്ത് ഭംഗിയിട്ടില്ലേ, നല്ല വലുപ്പമാണ് കേട്ടോ. വലുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരുപാട് ഇഷ്ടമാവും, എല്ലാവരും ഇഷ്ടമാവും. ആരും കുറ്റം പറയുമൊന്നുമില്ല, എന്തിനത് ഷെയർ ചെയ്തതെന്നൊന്നും ചോദിക്കൂല. പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഭംഗി കാണാനിതാ, ഉള്ളിൽ നല്ല ലെയറായിട്ട് നിൽക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, അങ്ങനെ ഷവർമ്മൻ്റെ ആ ഒരു ഫില്ലിങ്ങോട് കൂടി വേണേൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് ഏകദേശം ഷവർമ്മൻ്റെ ഫില്ലിങ്ങിന് ആയിട്ടുണ്ട്, പക്ഷേ മയോനൈസൊന്നും ചേർത്തിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല ചൂടാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കണേൻ്റെ ഒരു അല്പം മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കാൻ നല്ലതും. കാരണം എന്താ വെച്ചാൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുന്നല്ല, ഏതായാലും ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിലവ് കുറഞ്ഞ് എണ്ണയിലൊന്നും പൊരിക്കാത്ത, മുക്കി പൊരിക്കാത്ത ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.